ഹേ ഫ്രണ്ട്സ്, ട്രാവൽ തുമ്പി വെൽക്കംസ് ഓൾ ഓഫ് യു. അങ്ങനെ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തായ്ലൻഡിൽ വന്നിട്ട് ഏകദേശം 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 ദിവസം കൂടിയുണ്ട്. പട്ടായയിലെ കാഴ്ചകളാണ് നമ്മൾ ആദ്യത്തെ 4 ദിവസം കണ്ടത്. ഇനി ഞങ്ങൾ ബാങ്കോക്കിലേക്ക് പോവുകയാണ്. അതായത് തായ്ലൻഡിന്റെ ക്യാപിറ്റലായ ബാങ്കോക്ക്. അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അവിടുന്ന് സുവർണഭൂമി എയർപോർട്ടിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇനിയുള്ള 2 ദിവസം തികച്ചില്ല, ആ ദിവസങ്ങൾ ബാങ്കോക്കിലെ കാഴ്ചകൾ. അപ്പോൾ അങ്ങനെ പട്ടായയിൽ നിന്ന് നമ്മൾ ബാങ്കോക്കിലേക്ക് പോകുന്ന വഴിക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് പ്രിൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഏൻഷ്യൻ സിറ്റി എന്നാണത് അറിയപ്പെടുന്നത്. ഒരു പുരാതന നഗരം. ആ നഗരത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ. നമ്മളിപ്പോൾ ഈ പുരാതന നഗരത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഹൈവേയോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ ഇതിന്റെ പ്രധാന കവാടമുള്ളത്. അവിടുന്ന് നമ്മൾ തിരിഞ്ഞ് ചെറിയൊരു പാലം കയറി. അത് നല്ല രസമാണ്. ആ പാലത്തിന്റെ ഡിസൈനൊക്കെ കാണാൻ നല്ല നല്ല ഭംഗിയാണ്. അങ്ങനെ കയറി നമ്മൾ ആദ്യം ഒരു റിസപ്ഷൻ ഏരിയയിലോട്ട് എത്തുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതൊരു വലിയൊരു ഏരിയ ആണ്, അതായത് നമുക്ക് നടന്നൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത്, നമുക്കൊരു ബഗ്ഗി വണ്ടി, നമ്മുടെ ഗോൾഫ് കാർട്ട് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു കാർ നമുക്ക് റെന്റിന് എടുക്കാം. ആ റെന്റിന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 350 ബാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാർട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് 1 മണിക്കൂറിന് 350, എക്സ്ട്രാ വരുന്ന ഓരോ മണിക്കൂറിനും 100 ബാത്ത് വെച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതെന്ത് ചെയ്തു, ഞങ്ങൾ ആദ്യം ഈ കാർട്ട് എടുത്ത് ഇപ്പോൾ ചുറ്റി അടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല. കാരണം ഞങ്ങളിപ്പോൾ എത്തിയപ്പോൾ ഏകദേശം ലഞ്ചിൻ്റെ സമയമായി. അപ്പോൾ ഞങ്ങൾ റിസപ്ഷനിൽ ചെന്നിട്ട് ഈ ഇതിൻ്റെ ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഈ കാർട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് ലഞ്ച് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കോംപ്ലിമെൻ്ററി ആണ്, നമ്മുടെ ടിക്കറ്റിനൊപ്പം ഉള്ളതാണത്. അപ്പോൾ നേരെ അങ്ങോട്ട് ആദ്യം പോവാം. എന്നിട്ട് ലഞ്ച് കഴിച്ചതിന് ശേഷം വൈകുന്നേരത്തെ സമയത്ത് ഇവിടെ ചുറ്റിയടിക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ നമുക്ക് ആ കാർട്ടിൻ്റെ പൈസയും നമുക്ക് ലാഭമായിരിക്കും. അങ്ങനെ ഞങ്ങൾ പോയി ലഞ്ച് കഴിക്കാനുള്ള അതും നമുക്കൊരു കാർട്ടിൽ കൊണ്ടാക്കി തരും. നമ്മൾ അവിടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾ ഇവിടെ എത്തിയത് കൃത്യം ലഞ്ച് ടൈം ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഒരു തായ് ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് ഇവിടെ എത്തിയത്. എൻട്രൻസിൽ 2 തായ് പെൺകുട്ടികളുണ്ട്. അവർ വരുന്നവരെല്ലാവരെയും സ്വീകരിക്കുന്നു. തേജപ്പനെ കണ്ടപ്പോൾ അവർക്കൊരു കൗതുകം, അവനെ കളിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു. അവനും ഭയങ്കര സന്തോഷമായി അവരെ കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തന്നു. അതുപോലെ ബുഫേ സിസ്റ്റമാണ്. നമുക്ക് അവിടെ പോയി ആവശ്യമുള്ള ഭക്ഷണമെല്ലാം നമുക്ക് എടുക്കാം. ടേബിളിൽ ബാഗും പേഴ്സെല്ലാം വെച്ചിട്ട് സൂര്യ ഭക്ഷണം എടുക്കാൻ പോയാണ്. അപ്പോൾ ഞാൻ തേജുനെയും പിടിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നടക്കുക. കാരണം രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയിട്ട് എടുക്കാൻ പറ്റില്ല, ഇവൻ നടക്കുന്ന പ്രായമായിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും അവനെ പിടിച്ചുകൊണ്ട് നടക്കണം. അങ്ങനെ സൂര്യ പോയപ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തി നടക്കുകയാണ്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ 2 ഡാൻസ് ടീം ഉണ്ട് കേട്ടോ. 2 പേര്, ഒരു ആണും പെണ്ണുമാണ്. അവർ നല്ലൊരു തായ് നൃത്തം പെർഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നവരെ സന്തോഷിപ്പിക്കാനും അവർക്കൊരു കൗതുകം ഉണർത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ഡാൻസ്. തനത് തായ് ശൈലിയിലുള്ള ഡാൻസ് ആണ് ചെയ്യുന്നത്. അത് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. തനത് തായ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ ഡാൻസ് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അതുപോലെ സ്റ്റേജിന്റെ മുന്നിൽ നിരവധി തായ് സൂനിയേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ആളുകൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഞാൻ പിന്നീട് ഈ റെസ്റ്റോറൻറ്റിന്റെ സൈഡിലേക്ക് നടന്നു. അവിടെയും ചെറിയ ചെറിയ സ്റ്റോളുകളൊക്കെ ഉണ്ട്. ഇതാ ഒരു മരപ്പാലം കണ്ടില്ലേ, ഞാൻ ആ പാലം ക്രോസ് ചെയ്ത് നടന്നു. അപ്പോഴാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ജപ്പാൻ, തായ്ലാൻഡ്, ചൈന, കംബോഡിയ, ഇവിടെയൊക്കെ
മരം കൊണ്ടുള്ള നിർമ്മിതികളായിരിക്കും കൂടുതലുള്ളത്. പാലമാകട്ടെ വീടുകളാകട്ടെ അതൊക്കെ മരത്തിലായിരിക്കും നിർമ്മിക്കുന്നത്. അതുപോലെ പാലത്തിന്റെ രണ്ട് സൈഡും ചെടികളും പൂക്കളും കൊണ്ടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ പുരാതന നഗരം തായ്ലൻഡിൽ അറിയപ്പെടുന്നത് മുവാങ് ബൊറാൻ എന്നാണ്. ഞാൻ ഇനി തിരിച്ചു നടക്കുകയാണ്. ഈ മരപ്പാലത്തിലൂടെ നടക്കുമ്പോൾ നമ്മൾ പകുതി എത്തുമ്പോൾ നിന്നു പോകും. കാരണം വേറൊന്നുമല്ല, അതിന്റെ ഇരുവശങ്ങളിലുമുള്ള നിർമ്മിതികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാതെ പോകുന്നത്? അത്രയ്ക്ക് ഭംഗിയാണ് ആ മരം കൊണ്ടുള്ള നിർമ്മിതികൾ കാണാനായിട്ട്. ഞാൻ പണ്ട് ജപ്പാനിൽ പോയിരുന്നപ്പോൾ അവിടെ ക്യോട്ടോ എന്നൊരു നഗരം സന്ദർശിച്ചിരുന്നു. നെയ്ത്ത് ഗ്രാമം എന്നാണ് ക്യോട്ടോ അറിയപ്പെടുന്നത്. അവിടെയും ഏകദേശം ഇതുപോലുള്ള നിർമ്മിതികളാണ് കണ്ടത്. അതുപോലെ റെസ്റ്റോറൻറ്റിന്റെ ഈ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് സ്റ്റോളുകളുണ്ട്. അവിടെയും ചില സ്നാക്സുകളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് ഞാൻ പതുക്കെ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് കടന്നു. ബുഫേ നടക്കുന്ന സ്ഥലത്തെത്തി. അടിപൊളി, നല്ല ഗംഭീരമായ ഒരു തായ് ഫുഡ് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീണ്ടും നമ്മൾ റിസപ്ഷൻ ഹാളിലേക്ക് ചെല്ലുകയാണ്. ഇവരുടെ ബഗ്ഗി വണ്ടിയിൽ തന്നെ കയറിയാണ് പോകുന്നത്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ് കേട്ടോ. കുറച്ച് ദൂരമുണ്ടത്. അങ്ങനെ റിസപ്ഷനിൽ ചെന്നിട്ട് വേണം നമുക്കിനി നമ്മൾ സ്വന്തമായിട്ട് ഓടിക്കാവുന്ന ഒരു ബഗ്ഗി വണ്ടി, ഇവിടെ കറങ്ങി നടക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ബഗ്ഗി വണ്ടി വേണമെന്നത്. അപ്പോൾ അതെടുക്കാനുള്ള ആ സെൻറ്ററിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങളിങ്ങനെ ആ സെൻറ്ററിലേക്ക് ചെല്ലുന്നത്. ഏകദേശം 200 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പുരാതന നഗരം ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ മ്യൂസിയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതായത് 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള തായ്ലൻഡിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളുടെ നിരവധി പകർപ്പുകൾ പോലെയാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റിസപ്ഷൻ്റെ അവിടെ എത്തി. ഇതാണ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ട ബഗ്ഗി വണ്ടി. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ പട്ടായ ഏൻഷ്യൻ സിറ്റിയിലാണ്. ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വലിയൊരു വാസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഗോൾഫ് കാർട്ട് ഓടിച്ച് ആദ്യം എത്തിയത് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. നല്ല ഗോൾഡൻ നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടത്. അങ്ങനെ ഗോൾഫ് കാർട്ട് ഞങ്ങൾ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അതിലൂടെ നടന്നു. ഒരു പാലം കടന്നിട്ട് വേണം പോകാനായിട്ട്. അതായത് ഈ അമ്പലത്തിന് തൊട്ട് മുന്നിലായിട്ട് നല്ല വൃത്തിയുള്ള ഒരു കനാലുണ്ട്. നല്ല ശുദ്ധമായ ജലം അതിലൂടെ ഇങ്ങനെ ഒഴുകുന്നു. ഗോൾഡൻ ടെമ്പിൾ ഓഫ് ബുദ്ധ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തൊട്ടു മുന്നിൽ കണ്ട ഒരു വലിയ വെളുത്ത നിറത്തിലുള്ള ഒരു എൻട്രൻസിലൂടെ വേണം നമുക്ക് കടക്കാനായിട്ട്. അതിന് മുകളിലായിട്ട് ഇങ്ങനെ ആനകളുടെ ശില്പങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിലൂടെ നടന്നാൽ വളരെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവും എന്നാണ് ഇവരുടെ വിശ്വാസം. ഞങ്ങൾ എങ്ങനെ അമ്പലത്തിലേക്ക് കടന്നു. ബുദ്ധാവസ് ഓഫ് ദ സബ്സ്റ്റൻസ്ലെസ് യൂണിവേഴ്സ് എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. അതായത് പദാർത്ഥരഹിതമായ ഒരു പ്രപഞ്ചം. അങ്ങനെയുള്ള ബുദ്ധന്മാരുടെ ഒരു പഗോഡയായിട്ടാണ് ഇവർ ഈ ക്ഷേത്രത്തെ കാണുന്നത്. വെളുത്ത നിറത്തിലുള്ള ഒരു ആന, അതായത് നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ഐരാവതം, ആ ഐരാവതത്തിന്റെ മുന്നിലൂടെയാണ് നാം അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ ഐരാവതത്തെ കണ്ടാൽ വളരെ ഐശ്വര്യം നിറഞ്ഞ ജീവിതമാകുമെന്നാണ് ഇവർ പറയുന്നത്. പൂജാതി കർമ്മങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിലും ഒരു മ്യൂസിയത്തിൽ എങ്ങനെയാണോ ഒരു ക്ഷേത്രം പരിപാലിക്കപ്പെടേണ്ടത് എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും അത് കാത്തു സൂക്ഷിക്കുന്നത്. നല്ല വൃത്തിയുള്ള തറകളും അതുപോലെ അതിൻ്റെ ഓരോ ഭാഗങ്ങളെല്ലാം എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഓരോ ഭാഗവും ഞാനിങ്ങനെ ക്യാമറയിലാക്കി നടക്കുകയാണ്. എവിടെ നോക്കിയാലും സ്വർണ്ണവർണ്ണ നിറം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ ഭിത്തികളും തൂണുകളും അതിൻ്റെ വരാന്തകളും മേൽക്കൂരകളും എല്ലാം ഒരു സ്വർണ്ണ നിറത്തിലാണ് തീമൊരുക്കിയിരിക്കുന്നത്. പിന്നീട് ഞാൻ കണ്ടത് ഒരു ഇടനാഴിയാണ്. അതിനെ ഒരു ബെൽ കോറിഡോർ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഇരുവശങ്ങളിലും നിരവധി മണികൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് മുഴക്കി നമുക്ക് നടക്കാം. അതിമനോഹരമായ നിരവധി ശില്പങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാ ഇവിടെ ഒരു നിൽക്കുന്ന ബുദ്ധ ഭഗവാന്റെ പ്രതിമ, അതും മനോഹരമായ ഒരു ഫൗണ്ടന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് കേട്ടോ അത്. ഏകദേശം 17 മീറ്റർ ഉയരമുണ്ട് ഈ ബുദ്ധ ഭഗവാന്റെ ശില്പത്തിന്. അതുപോലെ ഇതാ ഒരു യുവതിയുടെ പ്രതിമ ഇവിടെ കാണുന്നുണ്ട്. ഫ്രാ മേഥുറാനി എന്നാണ് ഇതറിയപ്പെടുന്നത്.
നമ്മളുടെ അനന്തനെ പോലെ നിരവധി തലകളുള്ള ഒരു സർപ്പത്തിന്റെ മുന്നിലാണ് ഈ യുവതിയുടെ ശില്പം വെച്ചിരിക്കുന്നത്. ബുദ്ധക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഏഷ്യൻ സിറ്റിയിലെ മറ്റൊരു ആകർഷണമായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ശരിക്കും തായ്ലൻഡ് ജീവിതത്തിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി കനാലുകളും നദികളുമുള്ള ഒരു നാട് തന്നെയാണല്ലോ തായ്ലൻഡ്. അപ്പോൾ ഇവരുടെ ജീവിതവും എപ്പോഴും നദിയെയും കനാലുകളെയും ആശ്രയിച്ചാണ്. വാണിജ്യവും അതുപോലെ ഗതാഗതവും ഒക്കെ ബോട്ടിലൂടെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ അങ്ങനെയാണ്, ഒരു കനാലിൽ ഇറക്കി വെച്ച പോലെ. ഞങ്ങൾ അങ്ങനെ ഒരു മരപ്പാലത്തിലൂടെ നടന്ന് ആ ഹൗസ് ബോട്ട് അല്ലെങ്കിൽ ആ വീടുകളുടെ സമീപത്തേക്ക് നടന്നു. തായ്ലൻഡ് സംസ്കാരത്തെ ശരിക്കും അറിയാനുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. നമുക്ക് ഈ ജലാശയത്തിന്റെ മറ്റേറ്റത്തായിട്ട് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളച്ചാട്ടമാണ്, എന്നാലും നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം ഈ ഗോൾഫ് കാർട്ട് ഇങ്ങനെ ഓടിച്ചു നടക്കുന്നതാണ്. കാരണം നമുക്ക് എവിടെയും പാർക്ക് ചെയ്യാം, എല്ലാ സ്പോട്ടിന് മുമ്പിലും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ വണ്ടിയാണല്ലോ. തേജുവിനും ഭയങ്കര ഇഷ്ടമായി ഈ യാത്ര. അങ്ങനെ ഞങ്ങള് ഏഷ്യൻ സിറ്റി കൂടെ കാർട്ട് ഓടിച്ചിങ്ങനെ നടക്കാം. ഞങ്ങൾ അടുത്ത സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇതും ഒരു ക്ഷേത്രം തന്നെയാണ്. ഒരു വലിയ ജലാശയത്തിന്റെ നടുക്കായിട്ടാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് കടക്കണമെങ്കിൽ നീണ്ട ഒരു മരപ്പാലത്തിലൂടെ കടന്നിട്ട് വേണം ചെല്ലാനായിട്ട്. നല്ലൊരു ഫൗണ്ടനും ഈ ജലാശയത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കരകൗശല വിദ്യയുടെയും വാസ്തുവിദ്യയുടെയും ഒരു സങ്കലനം തന്നെയാണ് ഈ ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റിയടിച്ചു. ഇവിടെ വേറെ പൂജാതി കർമ്മങ്ങളൊന്നും നടക്കുന്നില്ല, വെറുതെ കാണാൻ മാത്രം. അതൊക്കെ ചുറ്റിയടിച്ച് നടന്നു കണ്ട് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. തേജുവിന് ഈ ഗോൾഫ് കാർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവനിങ്ങനെ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് തിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ കാണുന്ന തോണി കണ്ടിട്ട് എന്ത് തോന്നുന്നു? നമ്മുടെ നാട്ടിൽ വള്ളം കളിക്ക് ഉപയോഗിക്കുന്ന വഞ്ചി പോലെയില്ലേ? പണ്ട് രാജഭരണകാലത്ത് ഘോഷയാത്രകൾക്കും മറ്റും ഉപയോഗിച്ചിരുന്ന തോണിയുടെ മാതൃകയാണ് ഇവിടെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം, അതും ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഒരു പാറപ്പുറത്തേക്ക് ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്ന രീതിയിലാണ് അത് ഒരുക്കിയിരിക്കുന്നത്. ആ ജലാശയത്തിന്റെ നടുക്കായിട്ട് ഒരു ഫൗണ്ടൻ, 4 വശവും വ്യാളികൾ ഇങ്ങനെ വെള്ളം ചീറ്റുന്ന രീതിയിലാണ് അത് ഒരുക്കിയിരിക്കുന്നത്. അതിന് നടുക്ക് നിരവധി കൈകളുള്ള ഒരു രൂപം. ഇങ്ങനെ വെള്ളം പതിക്കുന്ന പാറയുടെ പല ഭാഗത്തായിട്ട് നിരവധി ശില്പങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. തനത് തായ്ലൻഡ് ശൈലിയിലുള്ള വസ്ത്രവിധാനം ചെയ്ത ശില്പങ്ങൾ മാത്രമല്ല, ജാപ്പനീസ് സ്റ്റൈൽ, ചൈനീസ് സ്റ്റൈൽ, അങ്ങനെ ഏഷ്യയിലെ പല രാജ്യങ്ങളിലുള്ള ശൈലിയിലാണ് ഇവിടെ ശില്പങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നിരവധി സഞ്ചാരികൾ ഈ കാഴ്ച കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇതൊരു വിശ്രമ കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങളും അവിടെ കുറച്ച് സമയം ചെലവഴിച്ചു. പവലിയൻ ഓഫ് എൻലൈറ്റ്മെന്റ് എന്നൊരു ക്ഷേത്ര സമുച്ചയമാണ് ഈ കാണുന്നത്. ഇതും ഒരു ജലാശയത്തിന്റെ നടുക്കാണ് നിൽക്കുന്നത്, പക്ഷെ കുറച്ചുകൂടി വലുതാണെന്ന് മാത്രം. നിരവധി ക്ഷേത്രങ്ങൾ ഇതിനോടൊപ്പം തന്നെയുണ്ട്. ഒരു വലിയൊരു ബ്രിഡ്ജ് കയറിയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. അതായത് നേരത്തെ കണ്ടതിനേക്കാളും വലിയൊരു ലേക്ക് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഈ പേര് സൂചിപ്പിച്ച പോലെ പവലിയൻ ഓഫ് എൻലൈറ്റ്മെന്റ്, അതായത് തായ് ജനത ഏകദേശം നമ്മുടെ പുരാണങ്ങളുമായിട്ടൊക്കെ ഏറെക്കുറെ സാമ്യമുള്ളതാണ്. അതായത് അവർ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ ജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളും പുണ്യങ്ങളും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അവർ അടുത്ത ജന്മത്തിലും അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ധാർമ്മിക മൂല്യങ്ങളും അല്ലെങ്കിൽ ബുദ്ധമതവും ജൈനമതവും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സ്ഥലമായിട്ടാണ് ഈ പവലിയൻ ഓഫ് എൻലൈറ്റ്മെന്റ് അവർ കാണുന്നത്. ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ സെൻട്രൽ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഈ വുഡൻ ബ്രിഡ്ജ് കയറി ഏകദേശം കുറച്ച് ദൂരം എത്തുമ്പോൾ അവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകണം.
നിരവധി സഞ്ചാരികളാണ് ഈ സമുച്ചയം കാണാനായിട്ട് എത്തുന്നത്. കാരണം നല്ലൊരു ശാന്തമായ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. അങ്ങനെ ഈ പവലിയനിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു വാട്ടർ ഫൗണ്ടന്റെ പശ്ചാത്തലത്തിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ഇതിന്റെ പേരാണ് സാൻഫെറ്റ് പ്രസറ്റ് പാലസ്. ആയുത്തയ കാലഘട്ടത്തിന്റെ ആദ്യ കാലഘട്ടത്തിലെ ഒരു കൊട്ടാരമാണിത്. ഈ രാജവംശത്തിലെ 8ാമത്തെ രാജാവായ ബെറാമത്രായി ലോകനാഥിന്റെ ഭരണകാലത്താണ് ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചത്. പുരാതന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സവിശേഷ വാസ്തുവിദ്യാ ശൈലിയാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ കൊട്ടാരത്തിന്റെ മുന്നിലും ചെറിയൊരു കനാൽ ഒഴുകുന്നുണ്ട്. നല്ല കല്ല് വിരിച്ച വൃത്തിയുള്ള പാതയിലൂടെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്നു. നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ ഇതിന്റെ സൈഡിലേക്ക് ഉണ്ട് കേട്ടോ. ഇത് കണ്ട, ഈ ഒരു വീട് കണ്ടില്ലേ? ചെടികളുടെയും പൂക്കളുടെയൊക്കെ ഇടയിലായിട്ട് 2 ചെറിയ വീടുകൾ. നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. നിരവധി പ്രധാനപ്പെട്ട കോടതി അല്ലെങ്കിൽ സംസ്ഥാന ചടങ്ങുകളിലൊക്കെ ഈ സാൻഫെറ്റ് പ്രസറ്റ് കൊട്ടാരം ഉപയോഗിച്ചിരുന്നു. അതായത് നിരവധി വിദേശ പ്രമുഖരെ സ്വീകരിക്കുന്നതിനുള്ള ഒരു സ്വീകരണ ഹാളായിട്ടും ഇത് പ്രവർത്തിച്ചിരുന്നു. ആ ഹാളിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ ഇതാ കയറിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും സ്വർണ്ണവർണ്ണമായ കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ ഹാളിലുള്ളത്. ഇത് എൻ്റെ ഒരു നിർദ്ദേശമാണ്. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തായ്ലൻഡ് എന്ന രാജ്യത്തിന്റെ പരമാവധി സാംസ്കാരിക പൈതൃകം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ മുവാങ് ബൊറാൻ എന്നറിയപ്പെടുന്ന ഏൻഷ്യന്റ് സിറ്റി കണ്ടിരിക്കണം. ഏകദേശം 200 ഏക്കറിലധികം വിസ്തൃതിയുള്ള ഈ പുരാതന നഗരത്തിൽ ക്ഷേത്രങ്ങൾ, ലാൻഡ്മാർക്കുകൾ, ലൈഫ് സ്റ്റൈൽ എന്നിവയിലൂടെ തായ്ലൻഡിന്റെ ചരിത്രപരമായ ഘടനയും കല, സംസ്കാരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒരു ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് ഏൻഷ്യന്റ് സിറ്റി. ഈ പുരാതന നഗരത്തിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇനി മടങ്ങുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ ബാങ്കോക്കിലെത്താൻ. ബാങ്കോക്കിലെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ബൈ.